വിശദമായ വാർത്തകളിലേക്ക് ദി ന്യൂസ് ബ്ലാസ്റ്റ് കടക്കുകയാണ്. വൻ മയക്കുമരുന്ന് വേട്ട. പെരുമ്പാവൂർ മാറമ്പള്ളിയിലാണ് സ്കൂട്ടറിൽ കടത്തിയ 1.25 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവ് കണ്ടെത്തിയത്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 17 കോടി രൂപയോളം വില വരും. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് ഇതെന്ന് പോലീസ് പറയുന്നു. കങ്ങരപ്പടിയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ പിടികൂടി. മയക്കുമരുന്ന് വാങ്ങാനെത്തിയ 2 യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഓപ്പറേഷൻ തണ്ടറിൽ പെരുമ്പാവൂരിൽ ഹെറോയിനുമായി UP സ്വദേശി പിടിയിലായിട്ടുണ്ട്. 12.95 ഗ്രാം ഹെറോയിനുമായി ജിയാറുൽ എന്നയാളെയാണ് കുന്നത്തുനാട് എക്സൈസ് സംഘം പിടികൂടിയത്. റാംഷാ CP ഈ വാർത്തകളുടെ എല്ലാ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. റാംഷാ, ഈ ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും അതിന്റെ സർവ്വശക്തിയും എടുത്ത് പ്രവർത്തനം നടത്തുകയാണ്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 17 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഈ കേരളത്തിലേക്ക് എത്രയെത്ര കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. ഇത് ഭാവി തലമുറയെ, യുവതലമുറയെ എത്രമാത്രം കാർന്ന് തിന്നുന്നുണ്ടാവും. ഈ ഒരു ഓപ്പറേഷൻ തൂഫാനൊക്കെ എത്രമേൽ ആവശ്യമായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ ഒരു തിരിച്ചുപിടിക്കലിന് എന്നുള്ളതാണ്. നമ്മുടെ യുവതലമുറയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ചുരുങ്ങിയ വാർത്തകളിലൂടെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടികൂടിയിട്ടുള്ള ഈ വ്യക്തിയുടെ ഫ്ളാറ്റിൽ കൂടുതൽ കഞ്ചാവ് അല്ലെങ്കിൽ കൂടുതൽ ലഹരി വസ്തുക്കൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടു. എന്താണ് പോലീസ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്? അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും പ്രത്യേകിച്ച് പെരുമ്പാവൂരിലും വ്യാപകമായ പരിശോധന തുടരുകയാണ്, അല്ലേ റാംഷ? പെരുമ്പാവൂർ മാറമ്പള്ളിയിൽ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് നടന്നത്. 17 കോടി വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പോലീസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. വൈപ്പിൻ സ്വദേശിയായ ആയുഷിനെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. ഇയാളുടെ വാഹനത്തിൽ നിന്നും 1 കിലോ കഞ്ചാവ് ആദ്യം പിടികൂടുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നും 16 കിലോ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ തന്നെ മറ്റൊരു അപ്പാർട്ട്മെന്റിലാണ് പെരുമ്പാവൂർ ASPയും താമസിക്കുന്നത് എന്നതാണ്. അതായത് ഒരു ASP താമസിക്കുന്ന ഫ്ളാറ്റിൽ തന്നെ അതിന്റെ മറ്റൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്താൻ തയ്യാറായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു കേസ് പെരുമ്പാവൂരിൽ തന്നെയാണ്. 12.95 ഗ്രാം ഹെറോയിനുമായിട്ടാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. കുന്നത്തുനാട് എക്സൈസ് സംഘമാണ് ഇയാൾ പിടികൂടിയത്. ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി, അതായത് ബായി കോളനി, ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ബായി കോളനിയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹെറോയിനുമായി എത്തിയത് എന്നതാണ് എക്സൈസ് സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം കങ്ങരപ്പടി മിനി ടൗൺ ഹാളിന് സമീപത്തു നിന്നും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ഹെറോയിനും അതോടൊപ്പം കഞ്ചാവുമായി പോലീസ് പിടികൂടിയിട്ടുണ്ട്. നാട്ടുകാരാണ് ആദ്യം ഇയാളെ പിടികൂടുന്നത്. പിന്നീട് തൃക്കാക്കര പോലീസിന് കൈമാറുകയായിരുന്നു. നാട്ടുകാർ പറയുന്നത്, ഇയാൾ ഇവിടെ എത്തി 2 യുവാക്കൾക്ക് ഇത് വിൽപ്പന നടത്തുന്നതിനിടയിൽ സംശയം തോന്നിയാണ് നാട്ടുകാർ ചേർന്ന് ഇയാളെ തടഞ്ഞു വെക്കുകയും പരിശോധിക്കുകയും പിന്നീട് ഈ ലഹരി ഇയാളിൽ നിന്ന് പിടികൂടുകയും ചെയ്തത് എന്നതാണ്. ഈ ലഹരി വാങ്ങാൻ വന്ന യുവാക്കൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും നാളെ ആഭ്യന്തരമന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് എറണാകുളം ജില്ലാതല തൂഫാൻ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ലഹരി വേട്ട ഇന്ന് എറണാകുളം ജില്ലയിൽ നടന്നിരിക്കുന്നത്. ശരി, റാംഷയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു വ്യക്തിയിൽ നിന്നാണ് 17 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. അപ്പോൾ ഇയാൾ എത്ര കാലമായി ഇത്തരത്തിലുള്ള കഞ്ചാവ് ലഹരി വിൽപ്പന നടത്തുന്നുണ്ടാവും? എത്രയധികം പണം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഈ പണമൊക്കെ ഇയാൾ എവിടെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? എത്ര അധികം കിലോ കണക്കിന് കഞ്ചാവ് ഇയാൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും? എവിടെ നിന്നാണ് ഈ ലഹരിയൊക്കെ കൊണ്ടുവരുന്നത്? ഏതാണ് ഉറവിടം? ആരാണ് ഇതിന്റെ യഥാർത്ഥ വിൽപ്പനക്കാർ? എത്രമാത്രം അങ്ങേ അറ്റത്തേക്ക് ഇനിയും അന്വേഷണങ്ങൾ പോകാനുണ്ട്? അങ്ങനെ എത്ര ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ 17 കോടിയുടെ കഞ്ചാവ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിയ അളവിലുള്ളൊരു കഞ്ചാവാണ്. എത്രയധികം ആളുകൾക്ക് വിൽക്കാനുള്ള പ്ലാൻ അയാൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. എന്താണെങ്കിലും ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും എല്ലാം ലക്ഷ്യം കാണട്ടെ. ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരട്ടെ.